ഷേർഖാൻ തോറ്റുപോയല്ലോ. കാട്ടിലെ രാജാവാണെന്ന് സ്വയം പറഞ്ഞു നടക്കുന്ന ആൾ ഒരു ചെറിയ മിട്ടുവിനോട് തോറ്റുപോയി. ഈ കാട് എന്റെയാണ്. ഞാനാണ് കാട്ടിലെ രാജാവ്. വേഗം ഇവിടെ നിന്ന് പൊയ്ക്കൊള്ളണം നീ. കാട്ടിലെ രാജാവായ മിട്ടു. മനോഹരമായ ഒരു കാട്ടിലെ ഒരു മരത്തിൽ ഒരു മൈനയും തത്തയും ജോഡിയായി താമസിച്ചിരുന്നു. ഒരു ദിവസം മൈന ഒരു മുട്ടയിട്ടു. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് ഒരു കുഞ്ഞു പുറത്തു വന്നു. രണ്ടാളും ആ കുഞ്ഞിനെ കണ്ട് ഒരുപാട് സന്തോഷിച്ചു. അതിന് മിട്ടു എന്ന് പേരും കൊടുത്തു. മിട്ടു വളർന്നു വരുംതോറും തത്തയുടെയും മൈനയുടെയും ആശങ്കയും വളർന്നു. കാരണം ഓരോ ദിവസം കഴിയുന്തോറും മിട്ടു കൂടുതൽ വികൃതിയായിക്കൊണ്ടിരുന്നു. ഒരു ദിവസം അവൾ ഗുഹയ്ക്ക് വെളിയിൽ ഷേർഖാൻ സിംഹം ഇരിക്കുന്നത് കണ്ടു. ഷേർഖാൻ, നിങ്ങളാണോ ഈ കാട്ടിലെ രാജാവ്? അതെ, ഞാനാണ് കാട്ടിലെ രാജാവ്. പക്ഷെ നിങ്ങളെ കണ്ടാൽ അങ്ങനെ തോന്നില്ല കേട്ടോ. നിങ്ങളെ പോലൊരു മൃഗത്തിന് രാജാവാകാൻ പറ്റുമോ? നീ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾ എന്തൊരു തടിയനാണ്. കുളിക്കുന്ന പോലുമില്ല. നിങ്ങളെ പോലൊരു മൃഗത്തിനെ കാട്ടിലെ രാജാവായി വാഴിച്ചിരിക്കുന്നത് എന്തിനാണ്? ഇത് കേട്ട ഷേർഖാൻ കോപം കൊണ്ട് വിറച്ചു. വിഡ്ഢി! ഈ കാട്ടിലെ ഏതൊരു മൃഗത്തെയും വേട്ടയാടുവാൻ എനിക്ക് കഴിയുമെന്ന് നിനക്കറിയില്ലേ? ഞാനാണ് ഏറ്റവും ശക്തിശാലി. ഈ കാട്ടിലുണ്ടാകുന്ന ഏതൊരു പ്രശ്നത്തെയും നേരിടുവാൻ ധൈര്യമുള്ളവനാണ് ഈ ഞാൻ. അതൊക്കെ അവിടെ നിൽക്കട്ടെ. യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് മൃഗങ്ങളെ വേട്ടയാടാൻ കഴിയുമെങ്കിൽ എന്നെ ഒന്ന് വേട്ടയാടി പിടിച്ചു കാണിക്കേ. ഇത് കേട്ട ഷേർഖാന്റെ ദേഷ്യത്തിന് അതിരില്ലായിരുന്നു. അവൾ മിട്ടുവിനെ കൈപ്പത്തി കൊണ്ട് ഒരടി അടിച്ചു. പക്ഷെ മിട്ടു വേഗം ഉയർന്നു പറന്നു. ആ അടി സിംഹത്തിന്റെ ചെവിയിൽ തന്നെയാണ് കിട്ടിയത്. വീണ്ടും സിംഹം ദേഷ്യത്തിൽ വായുവിൽ പൊങ്ങി നിന്ന് അടിച്ചു. പക്ഷെ ആ അടി സിംഹത്തിന്റെ അടുത്ത ചെവിയിലും കൊണ്ടു. മഹാരാജാവേ, നല്ല രസമുണ്ട് അല്ലേ? അവരുടെ ഈ അടിച്ചോട്ടക്കളി മറ്റു മൃഗങ്ങളെല്ലാം കണ്ടു നിൽക്കുകയായിരുന്നു. ഷേർഖാന് വലിയ നാണക്കേട് തോന്നി. ദേഷ്യവും അപമാനവും ഒക്കെ കൊണ്ട് അദ്ദേഹം സകല ശക്തിയും എടുത്ത് ഒരടി അടിച്ചു. എന്നാൽ ഇത്തവണ ആ അടി അദ്ദേഹത്തിന്റെ കണ്ണിലാണ് കൊണ്ടത്. ഷേർഖാൻ തോറ്റുപോയല്ലോ. കാട്ടിലെ രാജാവാണെന്ന് സ്വയം പറഞ്ഞു നടക്കുന്ന ആൾ ഒരു ചെറിയ മിട്ടുവിനോട് തോറ്റുപോയി. തനിക്കുണ്ടായ അപമാനം ഷേർഖാന് സഹിക്കുന്നതിനും അപ്പുറമായിരുന്നു. എല്ലാ മൃഗങ്ങളും അദ്ദേഹത്തെ നോക്കി നിൽക്കുകയായിരുന്നു. അദ്ദേഹം നിശബ്ദനായി അവിടെ നിന്നും നടന്നു നീങ്ങി. മിട്ടു വലിയ അഹങ്കാരത്തോടെ കൂടുതൽ ബഹളമുണ്ടാക്കാൻ തുടങ്ങി. വലിയ സന്തോഷത്തോടെ മിട്ടു പറഞ്ഞു, ഷേർഖാൻ ഇവിടെ നിന്നും പോയി. ഇനി മുതൽ ഞാനാണ് കാട്ടിലെ രാജാവ്. അതെ, ഷേർഖാന്റെ സ്ഥാനത്തിരിക്കാമെന്ന് നീ ചിന്തിക്കാൻ പോലും പാടില്ല മിട്ടു. കേട്ടല്ലോ? ഷേർഖാനെ ഇവിടെ നിന്നും ഞാൻ ഓടിച്ചത് നിങ്ങൾ കണ്ടതല്ലേ? എന്നോട് മത്സരിച്ച് ജയിക്കാൻ അയാൾക്ക് കഴിഞ്ഞില്ലല്ലോ. അതിന് അദ്ദേഹം പേടിച്ചോടിയതല്ലോ, എങ്ങോട്ടേക്കോ പോയതല്ലേ. എന്തോ ആകട്ടെ, നിങ്ങൾ എല്ലാവരും ഇന്നു മുതൽ എന്നെ രാജാവായി കാണണം. അങ്ങനെ കണ്ടില്ലെങ്കിൽ ഷേർഖാനോട് ചെയ്തതുപോലെ നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ ബുദ്ധിമുട്ടിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ നിങ്ങൾക്കും ഈ കാട് ഉപേക്ഷിച്ചു പോകേണ്ടി വരും. ഇത് കേട്ട് ആർക്കും ഒന്നും പറയാൻ കഴിഞ്ഞില്ല. അന്നു മുതൽ അവൻ മറ്റു മൃഗങ്ങളെയൊക്കെ ഉപദ്രവിക്കാൻ തുടങ്ങി. അവനിൽ നിന്ന് രക്ഷപ്പെടാനായി എല്ലാവരും അവനെ രാജാവെന്ന് വിളിച്ചു. അവന് വലിയ സന്തോഷമായി. മിട്ടു മോനെ, നിനക്ക് നന്നായി ഉയർന്നു പറക്കുവാൻ കഴിയുമെന്ന് നമുക്കറിയാം. പക്ഷേ സ്വയം രാജാവെന്ന് പറയുന്നത് ഒട്ടും ശരിയല്ല മോനെ. മിട്ടുമോനെ, കാട്ടിലെ മൃഗങ്ങളെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് നീ നിർത്ത്. രാജാവാകാനുള്ള യോഗ്യതയൊന്നും നിനക്കില്ല. ഞാൻ കാട്ടിലെ രാജാവായി തന്നെ ഇരിക്കും. ഇങ്ങനെ പറഞ്ഞിട്ട് അച്ഛനമ്മമാർ പറഞ്ഞത് കേൾക്കാതെ എങ്ങോട്ടേക്കോ പറന്നുപോയി. ഷേർഖാനെ പരാജയപ്പെടുത്തി താൻ കാട്ടിലെ രാജാവായി എന്നായിരുന്നു അവന്റെ വിചാരം. തൊട്ടടുത്ത കാട്ടിൽ താമസിച്ചിരുന്ന പുള്ളിപ്പുലിയുടെ അടുത്ത് ഈ വാർത്ത എത്തി. അത് കേട്ട് അവന് സന്തോഷമായി. അവൻ തന്റെ കൂട്ടുകാരനായ കഴുകനോട് പറഞ്ഞു, നീ അറിഞ്ഞോ, ഷേർഖാൻ കാടുപേക്ഷിച്ചു പോയിരിക്കുകയാണ്. അവന്റെ സ്ഥാനത്ത് ഒരിത്തിരി പോന്ന മിട്ടു തത്ത കയറിയിരുന്ന് കാട് വാഴുകയാണ്. ഞാനും കേട്ടു വാർത്ത. കാട് ആക്രമിച്ച് കീഴടക്കാൻ നമുക്ക് കിട്ടിയിരിക്കുന്ന നല്ലൊരു അവസരമാണിത്. വൈകുന്നേരം കാടിനുള്ളിൽ വിചിത്രമായ ചില കോലാഹലങ്ങൾ കേട്ടു. പുള്ളിപ്പുലി അവിടേക്ക് വരികയായിരുന്നു. മൃഗങ്ങളെയൊക്കെ പേടിപ്പിച്ച് അലറി അവരെ ഓടിച്ചു വിട്ടു. മൃഗങ്ങളെല്ലാം ഒന്നിച്ചു ചേർന്ന് മിട്ടുവിന്റെ അടുത്തെത്തി. അവരുടെ പുറകെ ഓടി പുള്ളിപ്പുലിയും അവിടെ എത്തി.
എന്താ കാര്യം? വിശേഷിച്ചൊന്നുമില്ല. ഇന്നു മുതൽ ഈ കാടിന്റെ രാജാവ് ഞാനാണ്. പിന്നെ നീ സ്വയം രാജാവാണെന്ന് പറഞ്ഞു നടക്കുന്നില്ലേ? ആ വിചാരം അങ്ങ് കളഞ്ഞേക്ക് നീ. ഞാൻ ഷേർഖാനെ ഇവിടെ നിന്നും ഓടിച്ചു വിട്ടതാണ്. നീ ആരാണ് അതൊക്കെ വന്ന് ചോദ്യം ചെയ്യാൻ? നിനക്കും ഞാൻ കാണിച്ചു തരാം ഞാൻ ആരാണെന്ന്. ഇത്രയും പറഞ്ഞിട്ട് മിട്ടു പറന്ന് പുള്ളിപ്പുലിയുടെ അടുത്തെത്തി. നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ പിടിച്ചു കാണിക്ക്. എടാ മണ്ട, നിന്നെ ഞാനിപ്പോ പിടിച്ചു കാണിച്ചു തരാം. അങ്ങനെ പറഞ്ഞിട്ട് അവൻ കഴുകനെ വിളിച്ചു. കഴുകാ! അത് കേട്ടതും കഴുകൻ വളരെ വേഗത്തിൽ പറന്നെത്തി. എന്നിട്ട് അവൻ മിട്ടുവിനെ ഒരൊറ്റ പിടിയിൽ റാഞ്ചിയെടുത്തു. ഇത് കണ്ടതും മറ്റു മൃഗങ്ങളെല്ലാം ഭയന്നുപോയി. ഇന്നു മുതൽ പക്ഷികളുടെ രാജാവ് കഴുകനാണ്. അതുപോലെ മൃഗങ്ങളുടെ രാജാവ് ഞാനും. അപ്പോ മിട്ടു, നീ ഇപ്പോ ആരാ? നിനക്ക് നിന്റെ ജീവൻ തിരികെ വേണമെങ്കിൽ എന്റെ ആജ്ഞ അനുസരിച്ചോണം. ഇല്ലെങ്കിൽ ഞാൻ നിന്നെ ജീവനോടെ വിടില്ല. എല്ലാ മൃഗങ്ങളും പക്ഷികളും ഈ കാര്യം അംഗീകരിച്ചു. മൃഗങ്ങളെ പുള്ളിപ്പുലിയും പക്ഷികളെ കഴുകനും ഭരിക്കുവാൻ തുടങ്ങി. അവർ രണ്ടുപേരും തങ്ങളുടെ ഓരോ ജോലിയും മൃഗങ്ങളെ കൊണ്ട് ചെയ്യിച്ചു. അവർ മൃഗങ്ങളെ വല്ലാതെ ഉപദ്രവിച്ചു, അനാവശ്യ ശിക്ഷകൾ നൽകി. മൃഗങ്ങൾക്ക് ഇതെല്ലാം സഹിക്കേണ്ടി വന്നു. മിട്ടു, ഇന്നിവിടെ ഷേർഖാൻ ഉണ്ടായിരുന്നെങ്കിൽ നമുക്കിങ്ങനെ അടിമകളെ പോലെ കഴിയേണ്ടി വരില്ലായിരുന്നു. ഇതിനെല്ലാം കാരണക്കാരൻ നീ ഒരാളാണ് മിട്ടു. മോനെ മിട്ടു, നിന്നോട് ഞങ്ങൾ ഇതൊക്കെ മുന്നിൽ കണ്ടാണ് പറഞ്ഞത്. നീ എത്ര വലിയ മിടുക്കനും ചുറുചുറുക്കുള്ളവനുമായിക്കോട്ടെ, പക്ഷേ ഒരു രാജാവാകാനുള്ള യോഗ്യതയൊന്നും നിനക്കില്ല. ഇപ്പോൾ മിട്ടുവിന് തന്റെ തെറ്റ് മനസ്സിലായി. ഷേർഖാന്റെ അടുത്ത് പോയി മാപ്പ് ചോദിക്കണമെന്ന് അവൻ ആഗ്രഹിച്ചു. പക്ഷെ ഷേർഖാൻ എവിടെയാണ് പോയതെന്ന് ആർക്കും അറിയില്ലായിരുന്നു. പിറ്റേന്ന് രാവിലെ പുള്ളിപ്പുലിയും കഴുകനും ചേർന്ന് മൃഗങ്ങളുടെ ഒരു യോഗം വിളിച്ചുകൂട്ടി. നമ്മൾ ഒരു ഡീലിൽ എത്തിയിട്ടുണ്ട്. ഞാനും കഴുകനും വലിയ വിശപ്പിലാണ്. അതുകൊണ്ട് ഇന്ന് വൈകുന്നേരം ഞങ്ങൾ വേട്ടയാടാൻ തുടങ്ങുകയാണ്. ഇത് കേട്ട മൃഗങ്ങളെല്ലാം പരിഭ്രാന്തരായി. പക്ഷെ ആർക്കും ഒരു അക്ഷരം പോലും പറയാനുള്ള ധൈര്യമുണ്ടായില്ല. മഹാരാജാവ് മാനിനെ തിന്നും. ഈ കാട്ടിലെ മുമ്പത്തെ രാജാവായ മിട്ടുവാണ് എന്റെ ആഹാരം. ഇത് കേട്ട മിട്ടുവും അവന്റെ അച്ഛനമ്മമാരും ഭയന്നുപോയി. മറ്റു മൃഗങ്ങളും ഇപ്പോൾ പരിഭ്രമിച്ചു. പക്ഷെ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ ആർക്കും കഴിയുമായിരുന്നില്ല. രാത്രിയിൽ എല്ലാ മൃഗങ്ങളും ഒത്തുകൂടി. മിട്ടുവിനും മാനിനും മൃഗങ്ങൾക്കിടയിൽ നിന്ന് പുള്ളിപ്പുലിയുടെയും കഴുകന്റെയും മുന്നിൽ ഹാജരാകേണ്ടി വന്നു. കഴുക, നീ വേഗം നിന്റെ ഇരയെ വേട്ടയാടിക്കൊള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ വേട്ടയാടാം. പുള്ളിപ്പുലി മാനിന്റെ നേരെ ആർത്തിയോടെ നോക്കിക്കൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. കഴുകൻ മുഖത്തൊരു പുഞ്ചിരിയോടെ ആർത്തിയോടെ വായി തുറന്ന് മിട്ടുവിന്റെ അടുത്തേക്ക് പറന്നെടുത്തു. മറ്റു മൃഗങ്ങളെല്ലാം ഒന്നും ചെയ്യാനാവാതെ നോക്കി നിന്നു. കഴുകൻ മിട്ടുവിനെ തന്റെ വായ്ക്കുള്ളിലാക്കാൻ തുടങ്ങിയതും എവിടെ നിന്നോ ഷേർഖാൻ അവിടെ എത്തിച്ചേർന്നു. എന്നിട്ട് ഒറ്റച്ചാട്ടത്തിന് കഴുകനെ കടിച്ചെടുത്തു. ഇത് കണ്ട മൃഗങ്ങളെല്ലാം അത്ഭുതപ്പെട്ടു. അവർക്ക് അപ്പോഴാണ് ജീവൻ നേരെ വീണത്. ഈ കാട് എന്റെയാണ്. ഞാനാണ് കാട്ടിലെ രാജാവ്. വേഗം ഇവിടെ നിന്ന് പൊയ്ക്കൊള്ളണം നീ. ഷേർഖാൻ, ഞാൻ ആ കഴുകൻ പറഞ്ഞതനുസരിച്ച് ഇവിടെ വന്നു പോയതാണ്. എന്നോട് ക്ഷമിക്കണം. ഞാൻ എന്റെ സ്വന്തം കാട്ടിലേക്ക് തിരികെ പൊയ്ക്കോളാം. അങ്ങനെ പറഞ്ഞിട്ട് അവൻ അവിടെ നിന്നും ഓടിപ്പാഞ്ഞു പോയി. മൃഗങ്ങളെല്ലാം അത് കണ്ട് ഉറക്കെ ഉറക്കെ ചിരിച്ചു. എന്നിട്ട് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയും ചെയ്തു. ഷേർഖാൻ, എനിക്ക് മാപ്പ് തരണം. അങ്ങ് മാത്രമാണ് ഈ കാടിന്റെ രാജാവാകാൻ യോഗ്യൻ. ഇത് കേട്ട് ഷേർഖാന് സന്തോഷമായി. മറ്റു മൃഗങ്ങളും സന്തോഷിച്ചു. മിട്ടുവിന് തിരിച്ചറിവ് വന്നത് കണ്ട് അവന്റെ അച്ഛനും അമ്മയ്ക്കും സന്തോഷമായി. അന്നു മുതൽ ഷേർഖാൻ വീണ്ടും കാട്ടിലെ രാജാവായി. അങ്ങനെ മൃഗങ്ങളെല്ലാം സമാധാനത്തോടെ വീണ്ടും കാട്ടിൽ ജീവിക്കാൻ തുടങ്ങി. മീട്ടു ഒരു നല്ല പക്ഷിയാണ്. അവൻ എപ്പോഴും ജനങ്ങളുടെ സന്തോഷമാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് അവൻ ചോദിച്ച എല്ലാ ആഗ്രഹങ്ങളും ഞാൻ നിറവേറ്റി. എന്നാൽ നീയൊരു അത്യാഗ്രഹിയാണ്. നീ എന്നെ മോഷ്ടിച്ചു. അതിന് ഏറ്റ ശിക്ഷയും ഞാനിപ്പോൾ നിനക്ക് തരാൻ പോകുന്നു. പപ്പായെ, നീ ഇപ്പോൾ വലുതായി. ഇനി പെട്ടെന്ന് തന്നെ നീ താഴേക്കും വീഴും. അതെ, ഞാൻ താഴെ വീഴാൻ പോകുക. കാട്ടിലെ മൃഗങ്ങൾ കാണാതെ ഞാൻ ജീവിക്കണം. ഞാനൊരു മാന്ത്രിക പപ്പായല്ലേ. അത്യാഗ്രഹമുള്ള ഏതെങ്കിലും മൃഗം കൊണ്ടുപോയാൽ അതെന്നോട് എന്തൊക്കെ ചോദിക്കുമെന്നേ അറിയില്ല.
അയ്യോ, നീ ഒന്നും മിണ്ടണ്ട. അങ്ങനെ ചെയ്യുമ്പോൾ ഏതൊരു മൃഗത്തിനും നിന്നെക്കുറിച്ചുള്ള സത്യം മനസ്സിലാവുകയേയില്ല. ആ, ഈ ഐഡിയ കൊള്ളാം. ആഹാ, ഇന്നത്തെ ഭക്ഷണം കിട്ടിയല്ലോ. അത് കണ്ട മിട്ടു താഴേക്കിറങ്ങി വന്നു. പപ്പായയെ കണ്ടതും രണ്ട് കൊത്തുകൊത്തി അത് സന്തോഷത്തോടെ കഴിക്കാനും തുടങ്ങി. ആഹാ, നല്ല രുചിയുള്ളൊരു പപ്പായപ്പഴം. നല്ല രുചിയുണ്ട്. കുറച്ച് വെള്ളം കൂടെ കിട്ടിയിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായിരുന്നേനെ. അത് അങ്ങനെ പറഞ്ഞ ഉടനെ പപ്പായ ജ്വലിക്കാൻ തുടങ്ങി. അത് കണ്ടത് മീട്ടു അത്ഭുതപ്പെട്ടു. അങ്ങനെ അതിന്റെ മുൻപിൽ ഒരു വെള്ളം നിറഞ്ഞ കുടവും വന്നു. അയ്യോ, ഇതെന്തൊരു അത്ഭുതമാണ്. ഞാൻ ചോദിച്ചതും പപ്പായപ്പഴം തിളങ്ങുന്നു. അപ്പോൾ വെള്ളവും ഇവിടെ വന്നു. ഇത് മാന്ത്രിക പപ്പായപ്പഴമാണോ? ആ, നീ പറഞ്ഞത് ശരിയാണ്. ആ, കൊള്ളാമല്ലോ. നീ സംസാരിക്കുമോ? അതേ മീട്ടു, ഞാനൊരു മാന്ത്രിക പപ്പായയാ. ആരെങ്കിലും എന്നെ ഒരു കടി കടിച്ച് അവരുടെ ആഗ്രഹം ചോദിച്ചാൽ അവരുടെ ആഗ്രഹം ഞാൻ നിറവേറ്റി കൊടുക്കും. ഓഹോ, അങ്ങനെയാണോ? അങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നാൽ നിന്നിൽ ബാക്കിയൊന്നും കാണില്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്യും? ഒരാളുടെ 3 ആഗ്രഹങ്ങൾ നിറവേറ്റപ്പെട്ടു കഴിഞ്ഞാൽ ഞാൻ വീണ്ടും പൂർണ്ണമായും വളരും. അതിനുശേഷം ഞാൻ ഒരിക്കലും അവരുടെ അടിമയാവുകയില്ല. ആ, ശരി ശരി. എന്റെ രണ്ടാമത്തെ ആഗ്രഹം, നിനക്ക് ഇനി മുതൽ കാറ്റിൽ പറന്നു പോകാൻ പറ്റും. അത് അങ്ങനെ പറഞ്ഞ ഉടനെ പപ്പായ പറക്കാൻ തുടങ്ങി. നിനക്ക് ഒരുപാട് നന്ദി മീട്ടു. ഇനി മുതൽ ഞാൻ നിന്റെ കൂടെ തന്നെ കാണും. അന്നു മുതൽ അവർ രണ്ടുപേരും ഒരുമിച്ച് തന്നെ കറങ്ങി നടന്നു. അന്നു മുതൽ മീട്ടു ആ കാട്ടിലുള്ള എല്ലാ മൃഗങ്ങളെയും ഒരുപാട് സഹായിച്ചു. ഏത് മൃഗം എന്ത് ചോദിക്കുന്നുവോ അത് കൊണ്ടുവന്ന് അവർക്കത് കൊടുക്കും. ഈ കാര്യം കാട്ടിലെല്ലാവരും അറിഞ്ഞു. അങ്ങനെ ഈ കാര്യം മീക്കു പൂച്ചയുടെ ചെവിയിലും എത്തി. ഈ കുസൃതിക്കാരനായ പൂച്ച എന്താണ് സംഭവമെന്നറിയാൻ മീട്ടുവിന്റെ അടുത്തേക്ക് പോയി. അയ്യോ, എന്നെ ആരെങ്കിലും സഹായിക്കൂ. മീട്ടു, നീ എവിടെയാ ഉള്ളത്? എന്ത് പറ്റി മീക്കു? നീ എന്തിനാ ഇങ്ങനെ അലറുന്നത്? മീട്ടു, എനിക്ക് നന്നായിട്ട് നെഞ്ചുവേദന എടുക്കുന്നു. നീ ഇപ്പോൾ തന്നെ പോയി ആ കറുപ്പ് മലയിലുള്ള പൂവ് പറിച്ചുകൊണ്ട് വരാമോ? അത് കഴിച്ചാൽ എല്ലാ വേദനയും വേഗം അകന്നു പോകും. അത് അങ്ങനെ പറയുന്നത് കേട്ട് മീട്ടുവിന് ഒരുപാട് സങ്കടം തോന്നി. നീ ഇവിടെ തന്നെ നിൽക്ക് ചങ്ങാതി, ഞാൻ ഇപ്പോൾ തന്നെ കൊണ്ടുവരാം. അങ്ങനെ പറഞ്ഞ് മീട്ടു അതിന്റെ വീട്ടിലേക്ക് പോയി. ആ കുസൃതിക്കാരൻ പൂച്ച എന്താണ് സംഭവമെന്നറിയാൻ പിന്നാലെ പോയി. മീട്ടു പപ്പായയിൽ ഒരു കൊത്തുകൊത്തി ഇങ്ങനെ പറഞ്ഞു. മാന്ത്രിക പപ്പായെ, കറുപ്പ് മലയിലുള്ള ആ നീലപ്പൂ എനിക്കിപ്പോൾ വേണം. അങ്ങനെ പറഞ്ഞ ഉടനെ പപ്പായ ജ്വലിക്കാൻ തുടങ്ങി. അപ്പോൾ അതിന്റെ മുൻപിൽ പൂക്കൾ പ്രത്യക്ഷപ്പെട്ടു. ആ പൂച്ചയും അകത്തേക്ക് വന്നു. എടാ മീക്കു, നീ ഇവിടെ എന്ത് ചെയ്യുവാ? ഞാനിപ്പോൾ എല്ലാം കണ്ടു. അതങ്ങനെ പറഞ്ഞ് വേഗത്തിൽ പോയി ആ പപ്പായ കഴിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു. മാന്ത്രിക പപ്പായെ, ഇനി ഞാൻ പറയുന്നതേ നീ കേൾക്കാൻ പാടുള്ളൂ. എന്റെ കൂടെ ഇപ്പോൾ തന്നെ എന്റെ വീട്ടിലേക്ക് വാ. അങ്ങനെ പറഞ്ഞ ഉടനെ പപ്പായയും ജ്വലിക്കാൻ തുടങ്ങി. അത് കാറ്റിലും പറന്നു. മീക്കു, നീ ചെയ്യുന്നത് തെറ്റാണ്. പപ്പായ ചങ്ങാതി, നീ ഇവന്റെ കൂടെ പോകരുത്. ഇവനിപ്പോൾ എന്നെ കഴിച്ച് അവന്റെ ഒരു ആഗ്രഹം ചോദിച്ചു. ഞാൻ അവന്റെ ആഗ്രഹം നിറവേറ്റിയേ പറ്റൂ. മീട്ടു, ആരോടെങ്കിലും നീ എന്തെങ്കിലും പറഞ്ഞാൽ ഈ പപ്പായയുടെ കഥ ഞാൻ തീർക്കും. അങ്ങനെ മീക്കുപൂച്ച അവിടെ നിന്നും പോയി. അതുപോലെ ആ പപ്പായയും വിഷമത്തോടെ അതിന്റെ പിന്നാലെ പോയി. ഈ മീക്കു ഇനി എന്ത് ചെയ്യുമെന്നേ അറിയില്ലല്ലോ. മാന്ത്രിക പപ്പായെ, ഇന്ന് ബാലു വേട്ടയാടിയ വേട്ട അവിടെ നിന്നും മായജലമാക്കി ഇപ്പോൾ തന്നെ എന്റെ മുൻപിലേക്ക് കൊണ്ടുവാ. അങ്ങനെ പറഞ്ഞ ഉടനെ പപ്പായ ജ്വലിക്കാൻ തുടങ്ങി.
ഇന്ന് വളരെ വലിയ ഫ്രഷായ വേട്ടയാ കിട്ടിയത്. ഞാനിന്ന് സന്തോഷത്തിലാണ്. അങ്ങനെ പറഞ്ഞ് അത് വേട്ടയാടിയ മൃഗത്തിനെ കഴിക്കാൻ പോകുന്നതിന് മുൻപ് ആ മൃഗം അവിടെ നിന്നും മാഞ്ഞുപോയി. ഇപ്പോൾ അത് മീക്കുപൂച്ചയുടെ മുൻപിലും എത്തി. ആ കൊള്ളാമല്ലോ, എന്ത് ഫ്രഷ് ആയിട്ടുള്ള മാംസമാ. അങ്ങനെ പറഞ്ഞ് പൂച്ച അതിനെ തിന്നാൻ തുടങ്ങി. അടുത്ത ദിവസവും മീക്കു പറഞ്ഞു, മാന്ത്രിക പപ്പായേ, ഇന്ന് ബഗീര വേട്ടയാടിയ ആ വേട്ട എന്റെ മുൻപിൽ എത്തിച്ചേരണം. അത് അങ്ങനെ പറഞ്ഞ ഉടനെ ബഗീര അതിന്റെ ഗുഹയിൽ വെച്ചിരുന്ന മാംസവും കാണാതെ പോയി. ആ, ഇതെങ്ങനെ സാധ്യമാകും? എന്റെ വേട്ട പെട്ടെന്ന് എവിടെ പോയി? വാവ്, ഈ മാംസം ഇന്നലത്തെ മാംസത്തിനേക്കാൾ സൂപ്പറാണ്. അങ്ങനെ പറഞ്ഞ് ആ മാംസം അത് കഴിക്കാൻ തുടങ്ങി. ഇന്ന് ആ പൂച്ച എങ്ങനെ ചിന്തിച്ചെന്നാൽ, ഇന്ന് സിംഹരാജാവ് വേട്ടയാടിയ ആ മാംസം എനിക്ക് കഴിക്കണമെന്ന് തോന്നുന്നു. അങ്ങനെ ചിന്തിച്ച് അത് പപ്പായയോടും പറഞ്ഞു. എന്നാൽ ഷേർഖാൻ അന്ന് ഒരു പോത്തിനെയാണ് വേട്ടയാടിയത്. അത് അവന്റെ ഗുഹയിലും വച്ചിരുന്നു. എന്നാൽ അതും പെട്ടെന്ന് മാഞ്ഞുപോയി. അത് മീട്ടുവിന്റെ മുൻപിലും പ്രത്യക്ഷപ്പെട്ടു. ഷേർഖാന്റെ ഭക്ഷണം ആരോ മോഷ്ടിച്ചെന്ന് എല്ലാവരും അറിഞ്ഞു തുടങ്ങി. അന്ന് വൈകുന്നേരം എല്ലാ മൃഗങ്ങളും സഭയിൽ ഹാജരാകണമെന്ന് ഷേർഖാൻ പറഞ്ഞു. ആഹാ, നല്ല രുചിയുണ്ട്. സിംഹരാജാവിന്റെ വേട്ട വളരെ വലുതാണ്. ഇത് തന്നെ ഒരുപാട് നാളത്തേക്കിനുള്ളതുണ്ട്. അങ്ങനെ പറഞ്ഞ് അത് നന്നായി കിടന്നുറങ്ങി. വൈകുന്നേരം അത് എഴുന്നേറ്റ് നോക്കിയപ്പോൾ ആ സ്ഥലത്തേക്ക് മീട്ടുവും വന്നു. മീട്ടു, നീ ഇപ്പോൾ ഇവിടെ എന്ത് ചെയ്യുവാണ്? ഞാൻ എന്റെ ചങ്ങാതിയായ പപ്പായയെ കാണാൻ വന്നതാ. ഇപ്പോൾ അത് എന്റേതാണ്. നീ ഇനി ഇവിടെ വന്ന് ഇതിനെ കാണേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. മാന്ത്രിക പപ്പായേ, ഇന്ന് നല്ല ഫ്രഷ് ആയിട്ടുള്ള മീന് നീ റെഡിയാക്കിത്താ. മീക്കുപൂച്ചേ, നിന്റെ 3 ആഗ്രഹങ്ങളും നിറവേറ്റപ്പെട്ടിരിക്കുന്നു. ഇനി മുതൽ നിനക്കെന്നോട് ആജ്ഞാപിക്കാൻ പറ്റില്ല. നീ കള്ളം പറയുവാ. മീട്ടുവിന്റെ ഒരുപാട് ആഗ്രഹം നീ നിറവേറ്റിയിട്ടുണ്ട്. എനിക്ക് മാത്രം എന്തുകൊണ്ടാ 3? മീട്ടു ഒരു നല്ല പക്ഷിയാണ്. അവൻ എപ്പോഴും ജനങ്ങളുടെ സന്തോഷമാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് അവൻ ചോദിച്ച എല്ലാ ആഗ്രഹങ്ങളും ഞാൻ നിറവേറ്റി. എന്നാൽ നീയൊരു അത്യാഗ്രഹിയാണ്. നീ എന്നെ മോഷ്ടിച്ചു. അതിന് ഏറ്റ ശിക്ഷയും ഞാനിപ്പോൾ നിനക്ക് തരാൻ പോകുന്നു. വാ മീട്ടു, സഭയ്ക്ക് പോകാൻ സമയമായി. ഇങ്ങനെ പറഞ്ഞ് പപ്പായയും മീട്ടും കാറ്റിൽ പറന്നുപോയി. അപ്പോൾ മീക്കു വന്ന ആ കുഞ്ഞു പൂച്ച അവരെ തടയാൻ വേണ്ടി പിന്നാലെ പോയി. സഭയും തുടങ്ങിയിരുന്നു. എല്ലാ മൃഗങ്ങളും ഷേർഖാന്റെ മുൻപിൽ ഹാജരായി. ഇന്ന് എന്റെ ഭക്ഷണവും മോഷണം പോയിരിക്കുന്നു. ഇങ്ങനെ മോഷ്ടിക്കുന്നത് അത് ആരാണ്? ആരെയും അറിയിക്കാതെ അവൻ മോഷ്ടിക്കുന്നു. മീട്ടുവും പപ്പായയും അവിടേക്ക് വന്നു. അതേസമയം ആ കുഞ്ഞു പൂച്ചയും അവരുടെ കൂടെ അവിടേക്ക് വന്നു. സിംഹരാജാവേ, താങ്കളോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ആ, ഒരു പപ്പായ എങ്ങനെ സംസാരിക്കുന്നു? ആ സിംഹരാജാവേ, ഞാനൊരു മാന്ത്രിക പപ്പായയാ. ഇന്നുവരെ കാട്ടിൽ നടന്ന എല്ലാ മോഷണവും ഈ മീക്കുവാണ് എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്നത്. നിനക്ക് എന്ത് ധൈര്യമാണ് പൂച്ചേ? ഇല്ല സിംഹരാജാവേ, ഇവൻ കള്ളം പറയുന്നതാ. നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ എല്ലാവരും ഇവന്റെ വീട്ടിലേക്ക് പോയി നോക്കൂ. അത് കേട്ട് എല്ലാ മൃഗങ്ങളും അതിന്റെ വീട്ടിലേക്ക് പോയി. അപ്പോൾ അവിടെ ഷേർഖാൻ കണ്ടു. അദ്ദേഹം കഷ്ടപ്പെട്ട് വേട്ടയാടിയ മൃഗത്തിന്റെ മാംസം പൂച്ചയുടെ വീട്ടിലിരിക്കുന്നു. ഇന്നു മുതൽ 20 ദിവസങ്ങൾ വരെ കറുപ്പ് ഗുഹയിൽ നീ തടവനുഭവിക്കണം. ഷേർഖാൻ മീക്കുപൂച്ചയ്ക്ക് ശിക്ഷയും കൊടുത്ത് പപ്പായയോട് ഇങ്ങനെ പറഞ്ഞു. പപ്പായേ, നീ ഇപ്പോൾ എവിടേക്ക് പോകും? വീണ്ടും അത്യാഗ്രഹമുള്ളവരുടെ കയ്യിലേക്ക് നീ പോയാൽ വീണ്ടും നിന്നെ മോശകാര്യങ്ങൾക്ക് വേണ്ടി ദുരുപയോഗം ചെയ്യും. ഞാൻ മീട്ടുവിന്റെ കൂടെ പൊയ്ക്കോളാം. അതാണ് എനിക്ക് ഉചിതം. എപ്പോഴും ഇവന്റെ കൂടെ തന്നെ ഞാൻ ജീവിക്കാം. ഇത് കേട്ട് മീട്ടു ഒരുപാട് സന്തോഷിച്ചു. ശരി, വാ പപ്പായെ, വാ നമ്മുടെ വീട്ടിലേക്ക് പോകാം.
പപ്പായ മീട്ടുവിന്റെ കൂടെ അതിന്റെ വീട്ടിലേക്ക് പോയി. അങ്ങനെ അന്നു മുതൽ പപ്പായ മീട്ടുവിന്റെ കൂടെ ഒരുപാട് സന്തോഷത്തോടെ ജീവിച്ചു.